രാവിലെയായി. ഇന്നലെ അച്ചുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു. ഒരാഴ്ച റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ സമയത്ത് ലയയും ഷഹീറും സംസാരിക്കാൻ തുടങ്ങി. ലയ 2 ദിവസം ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ ഷഹീർ ഇന്നലെ രാത്രി ഈ വീടിന് മുന്നിൽ 2 രൂപം നടന്നു പോകുന്നത് പോലെ കണ്ടു. ഇവർക്ക് 2 പേർക്കും മനസ്സിലായി ഈ വീട്ടിൽ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന്. ലയക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരു സ്വാമിയുണ്ടായിരുന്നു. ആ സ്വാമീനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ പോയി. ലയ നടന്ന കാര്യങ്ങളെല്ലാം സ്വാമിയോട് പറഞ്ഞു. അന്ന് രാത്രി സ്വാമി ആ വീട്ടിലേക്ക് വന്നു. സ്വാമി പൂജ ചെയ്യാൻ ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാത്മാവ് സ്വാമിയുടെ മുന്നിലേക്ക് വന്നു. ആ ആത്മാവിൻ്റെ ലക്ഷ്യമെന്തെന്നാൽ അച്ചുവിനെ ഇല്ലാതാക്കണമെന്നാണ്. ആ ആത്മാവ് 24 വർഷങ്ങൾക്ക് മുൻപുള്ള ആ സംഭവങ്ങളെല്ലാം പറയാൻ തുടങ്ങി. ഫിമയും ജോബിയയും ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ഇവരുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. അതുകൊണ്ട് ഫിമയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു ബിസിനസ്മാൻ കടന്നു വന്നു. ഈ വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ്. പക്ഷേ ഇവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ബിസിനസ്മാൻ ഇവരെ നിർബന്ധിച്ചു. ജോബിയ എടുത്തുചാട്ടക്കാരിയായതിനാൽ അവൾ ബിസിനസ്മാനോട് മോശമായി സംസാരിച്ചു. ആ ദേഷ്യത്തിൽ ബിസിനസ്മാൻ 2 ആളുകളെ കൂട്ടി രാത്രി വീട്ടിൽ ചെന്നു. ജോബിയ അവരോട് മോശമായി സംസാരിച്ചതുകൊണ്ട് ആ ദേഷ്യത്തിൽ 2 പേരെ അവർ കൊന്നുകളഞ്ഞു. അയാൾ ആ വീട് അയാളുടെ പേരിലേക്ക് മാറ്റി. അവരുടെ മൃതദേഹം അടുത്തുള്ള വനത്തിൽ കുഴിച്ചിട്ടു. ഇതായിരുന്നു അവർക്ക് സംഭവിച്ചത്. കാട്ടിൽ നിന്നും ഒരു ശക്തി വന്നു. ജോബിയനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോയി. സ്വാമി ലയനോട് എല്ലാ കാര്യങ്ങൾ പറഞ്ഞു. സ്വാമി ലയനോട് ഒരു കാര്യം പറഞ്ഞു. ഈ വീട്ടിൽ 3 ആത്മാക്കളാണ് ഉള്ളത്. അതിൽ 2 പേര് ഫിമയും ജോബിയുമാണ്. ലയ സ്വാമിയോട് 3ാമത്തെ ആ ആത്മാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ പടികളിൽ നിന്നും ഒരാൾ കടന്നു വന്നു. അവനെ കാണാൻ ഷഹീറിനെ പോലെ തന്നെയായിരുന്നു. നാളെ കാണൂ പ്രതികാരത്തിൽ. അച്ചുവിനെ രക്ഷിക്കാൻ ലയയ്ക്കും ഷഹീറിനും കഴിയുമോ? കാത്തിരുന്ന് കാണൂ പ്രതികാരം.